നമസ്കാരം, ഞാൻ മരിയ റോസ്. ദ മങ്കീസ് പോ എന്ന പ്രസിദ്ധമായ ഹൊറർ കഥയുടെ പേരിലാണ് ഇംഗ്ലീഷ് എഴുത്തുകാരൻ W. ജേക്കബ്സ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസിദ്ധമായ കഥയാണ് ദ ത്രീ സിസ്റ്റേഴ്സ്. ഭാഷ കൊണ്ടും അന്തരീക്ഷം കൊണ്ടും ഗോത്തിക് സ്പർശം അനുഭവിപ്പിക്കുന്ന ഒരു ക്ലാസിക് രചന. ഒരു ഇംഗ്ലീഷ് കടലോര ഗ്രാമത്തിൽ മാലറ്റ്സ് ലോഡ്ജ് എന്നൊരു പുരാതനമായ ഭവനം സ്ഥിതി ചെയ്തിരുന്നു. അവിടെയാണ് 3 മാലറ്റ് സഹോദരിമാർ താമസിച്ചിരുന്നത്. മൂത്തവൾ യൂഴ്സുല, രണ്ടാമത്തവൾ ടാബിത, ഇളയവൾ യുനീസ്. ഹൃദ്രോഗിയായിരുന്ന യുനീസിനെ ഏവരും ശ്രദ്ധയോടെ പരിപാലിച്ചു പോന്നു. കാലം അങ്ങനെ കടന്നു പോകുമ്പോൾ മൂത്തവൾ യൂഴ്സുല രോഗം ബാധിച്ച് കിടപ്പിലായി. ഇനി അവൾക്ക് ഏറെ നാളുകളില്ല എന്ന് ഏവർക്കും തോന്നി. ഒരു രാത്രി യൂഴ്സുല തൻ്റെ സഹോദരിമാരെ വിളിപ്പിച്ചു. അവൾ പറഞ്ഞു, ടാബിത, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുറി ഇതുപോലെ എന്നേക്കും സൂക്ഷിക്കണം. മരണശേഷം ഞാനിവിടെ മടങ്ങി വരും, നിങ്ങളെ ഇരുവരെയും കാത്ത് സംരക്ഷിക്കാൻ. അങ്ങനെ യൂഴ്സുല മരിച്ചു. അവളുടെ ജഡം ഗ്രാമത്തിലെ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. അപ്പോഴെല്ലാം 2 സഹോദരിമാരുടെയും മനസ്സിൽ യൂഴ്സുലയുടെ വാക്കുകൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. കാലം കടന്നുപോയി. ഒരിക്കൽ 2 സഹോദരിമാരും തമ്മിൽ ഇങ്ങനെയൊരു സംഭാഷണമുണ്ടായി. യുനീസ്, ചേച്ചി അവളുടെ സമ്പത്ത് മുഴുവൻ നിന്റെ പേരിലാണ് എഴുതി വെച്ചത്. അതുകൊണ്ട് എന്തു ചെയ്യാനാണ് പരിപാടി? യുനീസ് പറഞ്ഞു, നമുക്ക് കഴിയാനുള്ള പണമെല്ലാം ഇപ്പോഴുണ്ടല്ലോ. ആ പണം ഗ്രാമത്തിലെ അനാഥാലയത്തിന് സംഭാവന ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. യുനീസ്, അങ്ങനെ ചെയ്താൽ ചേച്ചിയുടെ ആത്മാവ് അത് സഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ചേച്ചി. ഇനി ഞാൻ മരിച്ചാൽ ആ തുക ചേച്ചിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അങ്ങനെ ഇരിക്കെ മാലറ്റ്സ് ഭവനത്തിൽ വിചിത്രമായ ചില സംഭവങ്ങൾ നടക്കാൻ ആരംഭിച്ചു. അസ്വാഭാവികമായ ചില ശബ്ദങ്ങൾ, കാൽപ്പെരുമാറ്റം, ചില നിഴൽ രൂപങ്ങൾ. ഒരു രാത്രി വീട്ടുജോലിക്കാരിയായ മാർത്ത ഇടനാഴിയിലൊരു ഇരുണ്ട നിഴൽ രൂപം കാണുകയുണ്ടായി. യൂഴ്സുലയുടെ മുന്നറിയിപ്പിൻ്റെ ഓർമ്മയിൽ യുനീസ് ഭീതിയോടെ കഴിഞ്ഞു പോന്നു. ഇടിയും മഴയുമുള്ളൊരു രാത്രി യുനീസിൻ്റെ മുറിയുടെ വാതിൽ ശബ്ദത്തോടെ മലർക്കെ തുറന്നു. വാതിൽക്കൽ മരിച്ചു മണ്ണടിഞ്ഞ യൂഴ്സുല ശവക്കച്ചയണിഞ്ഞ രൂപത്തിൽ തന്നെ നോക്കി വികൃതമായി ചിരിക്കുന്നത് യുനീസ് കണ്ടു. ദുർബലമായ അവളുടെ ഹൃദയം ആ കാഴ്ചയെ അതിജീവിച്ചില്ല. യുനീസ് നിശ്ചലയായെന്നുറപ്പായ നിമിഷം ശവക്കച്ചയണിഞ്ഞ ആ രൂപം തൻ്റെ മൂടുപടം അഴിച്ചു മാറ്റി. അത് അവളുടെ സഹോദരി ടാബിതയായിരുന്നു. ഇനി യൂഴ്സുലയുടെ സമ്പത്ത് തനിക്ക് മാത്രം. അനന്തരം തൻ്റെ മുറിയിലേക്ക് മടങ്ങിയ ടാബിത ഒരു കാഴ്ച കണ്ട് നടുങ്ങി. പടവുകൾക്ക് മുകളിൽ യൂഴ്സുലയുടെ വിളറി വെളുത്ത പ്രേതരൂപം. ഭയം കീഴടക്കിയ ടാബിത കാലിടറി ഗോവണിപ്പടവുകൾക്ക് മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചു. ശാന്തമായ കടലിനെതിരെ മാലറ്റ്സ് ലോഡ്ജ് വിജനമായി നിലകൊണ്ടു. യഥാർത്ഥത്തിൽ ടാബിത കണ്ടത് അവളുടെ കുറ്റബോധത്തിൻ്റെ പ്രതിരൂപമോ അതോ യൂഴ്സുലയുടെ പ്രേതരൂപമോ?